പേരൻറ്റിങ് തന്നെ പലപ്പോഴും കുട്ടികൾക്ക് വിലങ്ങുതടിയാകാറുണ്ട്. കുഞ്ഞുങ്ങൾക്ക് സമഗ്രമായി വളർന്നു വരാൻ പറ്റാത്ത വളരെ ടോക്സിക് ആയിട്ടുള്ള സാഹചര്യങ്ങൾ മാതാപിതാക്കൾ തന്നെ പല വീടുകളിലും സൃഷ്ടിക്കാറുണ്ട്. മാതാപിതാക്കൾ അവരുടെ പ്രശ്നങ്ങളെ പരിഹരിക്കുക, അവരുടെ നിലയിൽ അവരുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാമെങ്കിൽ കുട്ടികൾക്ക് കുറച്ചുകൂടെ പോസിറ്റീവായിട്ടുള്ളൊരു എൻവയോൺമെൻറ്റ് കിട്ടും. ഒരു കുട്ടിയെ സംബന്ധിച്ച് അതിന് കിട്ടുന്ന ജെനറ്റിക്സ്, അതിന് കിട്ടുന്ന എൻവയോൺമെൻറ്റ്, ആ കുട്ടിയുടെ പേരിൽ നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ, നമ്മളെടുക്കുന്ന സാഹചര്യങ്ങൾ, ഇതൊക്കെയാണ് ഒരു കുട്ടിയെ സമഗ്രമായി വളർന്നു വരാൻ അനുവദിക്കുന്നത്. അതിൽ തീർച്ചയായിട്ടും പേരൻറ്റിൻ്റെ ആരോഗ്യവും പേരൻറ്റിൻ്റെ മെൻ്റൽ ഹെൽത്തും ഇമോഷണൽ ഹെൽത്തും ഒക്കെ വളരെ പ്രധാനമാണ്. അതുപോലെ തന്നെ കുട്ടികൾക്ക് എന്തെങ്കിലും കുറവുകളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അതിനോടുള്ള നമ്മുടെ പ്രതികരണങ്ങൾ പോസിറ്റീവ് അല്ലെങ്കിൽ അതും വലിയ ദോഷം കുട്ടികൾക്ക് ചെയ്യും. പലതരത്തിലും കുട്ടികളെ കുറച്ച് കളയുന്ന ധാരാളം മാതാപിതാക്കളുണ്ട്. അത്തരം അവസ്ഥകളെക്കുറിച്ചാണ് ഈ വീഡിയോ സംസാരിക്കുന്നത്. കുട്ടികൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടായാലേ കുട്ടികൾ എന്തെങ്കിലും പ്രശ്നക്കാരാണ് എന്നൊക്കെ കരുതുമ്പോൾ പെട്ടെന്ന് തന്നെ ചാടിക്കേറി കുട്ടികളോട് നീ അങ്ങനെ ചെയ്യണം, നീ ഇങ്ങനെ ചെയ്യണം, നീ ഇങ്ങനെയൊന്നും പോകുന്നത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട് നമുക്ക് ചുറ്റും. പ്രത്യേകിച്ച് അധ്യാപകരും പുരോഹിതന്മാരും ഒക്കെ സ്ഥിരമായിട്ട് ചെയ്യുന്നൊരു കാര്യം, കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു വിഷയമുണ്ടെന്നോ അല്ല കുട്ടികളുടെ പ്രോബ്ലം ഉണ്ടെന്നോ കണ്ടു കഴിഞ്ഞാൽ കുട്ടികളെ പിടിച്ചങ്ങ് ഉപദേശിക്കുകയാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കുട്ടികളെ രോഗികളാക്കുന്ന അല്ലെ കുട്ടികളെ പ്രശ്നക്കാരാക്കുന്ന ധാരാളം മാതാപിതാക്കൾ സമൂഹത്തിലുണ്ടെന്നുള്ളതാണ്. ഇത് പലപ്പോഴും നമ്മൾ അറിയാറില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ സമൂഹത്തിൽ ഈ മോശപ്പെട്ടു പോകുന്ന അല്ലെങ്കിൽ വീണു പോകുന്ന, കുറഞ്ഞു പോകുന്ന, തോറ്റു പോകുന്ന കുട്ടികളുടെ എണ്ണം അനുദിനം കൂടി വരികയാണ്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ, പലപ്പോഴും മാതാപിതാക്കൾ അല്ലെ ഒരു പേരൻ്റ് എന്ന നിലയിൽ പേരൻറ്റിന് ഒരു റീഫോർമേഷൻ വേണമെന്നും പേരൻറ്റിന് ഒരു മാറ്റം വേണമെന്നും പേരൻറ്റിൽ ചില കാര്യങ്ങളൊക്കെ ശരിയാക്കണമെന്നുള്ള അത്തരത്തിലുള്ളൊരു ചിന്തയോ ധാരണയോ നമ്മുടെ സമൂഹത്തിലില്ല. അതുകൊണ്ട് തന്നെ എല്ലാത്തിനും പഴികേക്കേണ്ട വരുന്നത് അല്ലെങ്കിൽ എല്ലാത്തിൻ്റെയും കുറവായിട്ട് നമ്മൾ ഫിക്സ് ചെയ്യുന്ന കുട്ടികളായിരിക്കും. പേരൻറ്റിന് തന്നെ മാനസിക ആരോഗ്യം കുറവാണെന്ന് വിചാരിക്കുക. നമ്മുടെ പേരൻസിൽ മാനസിക രോഗം കുറവാണെങ്കിൽ ആരാണ് അതിന് വേണ്ട ഒരു ഹെൽപ്പ് എടുക്കുന്നത്? ഒരു തെറാപ്പിസ്റ്റിൻ്റെയോ കൗൺസിലറിൻ്റെയോ സൈക്കോളജിസ്റ്റിൻ്റെയോ ഡോക്ടറിൻ്റെയോ ഒക്കെ അടുത്ത് പോകാൻ ആരെങ്കിലും തയ്യാറാകുന്നുണ്ടോ? അവനവനെ നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് അവനവൻ്റെ മാനസികാവസ്ഥ മാറിയാൽ പോലും അവർ എങ്ങും പോവില്ല, ആരുടെയും സഹായം എടുക്കില്ല. എന്നിട്ട് അതിനെ ഒരു ദുരഭിമാനം കൊണ്ട് ഈഗോ കൊണ്ടും ഒക്കെ ഡിഫെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു രീതിയാണ് പലപ്പോഴും ഉള്ളത്. പേരൻറ്റിൽ ആർക്കെങ്കിലും മാനസികമായ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവർക്ക് അവരുടെ വികാര സാഹചര്യങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവർ കാരണം മറ്റുള്ളവർക്ക്, കുടുംബത്തിലുള്ള മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടെങ്കിൽ പേരൻ്റാണ് ആദ്യം പോയിട്ട് അതിനുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ, ഇപ്പം അമിതമായ ആങ്സൈറ്റി ഉള്ളൊരു പേരൻറ്റ് തീർച്ചയായിട്ടും കുട്ടികളിൽ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും, ഒരു സംശയം വേണ്ട. അമിതമായ പൊങ്ങച്ചം, ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞാണ്, അമിതമായ ഗ്രാൻഡ്യൂസിറ്റി ഉള്ള പേരൻസ് ഉണ്ട്. അമിതമായ പൊങ്ങച്ചം എന്ന് പറയുമ്പോൾ കുട്ടിയെ ഒരു ചരക്കാക്കി ലോകത്തെല്ലാം കാണിക്കാൻ, അല്ലെ കുട്ടിയെ എന്തോ ഒരു കാഴ്ച വസ്തുവായിട്ട് ലോകത്തെല്ലാം അവതരിപ്പിക്കാനൊക്കെ വെമ്പൽ കാട്ടുമ്പോൾ ഇത് കുട്ടിയുടെ മാനസികാവസ്ഥയ്ക്കും കുട്ടിയുടെ വളർച്ചയ്ക്കും ഒക്കെ വിപരീതമായിട്ട് സാഹചര്യങ്ങളുണ്ടാകും. അതുപോലെ തന്നെ ധാരാളം സ്ട്രെസ്സ്, ഇപ്പോൾ തൊഴിൽ രംഗത്ത് സ്ട്രെസ്സുമായിട്ട് വീട്ടിലേക്ക് വരുന്ന മാതാപിതാക്കൾ, അതൊരു പരിധി കഴിഞ്ഞാൽ അത് കുട്ടികളെ ഭയങ്കരമായിട്ട് ബാധിക്കും, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള നമ്മുടെ പങ്കാളിയെ ഭയങ്കരമായിട്ട് ബാധിക്കും. അതുപോലെ അമിതമായ ഭയങ്കര പേടിയുള്ള മാതാപിതാക്കളുണ്ട്. അവരുടെ പേടി കാരണം ഈ കുട്ടിയെ ഒരു കാര്യത്തിനും വിടത്തില്ല, ഒരു കാര്യത്തിനും സ്വാതന്ത്ര്യം കൊടുക്കത്തില്ല, വളഞ്ഞിട്ട് പിടിച്ചിരിക്കുകയാണ് കുട്ടികൾ. അത്തരം കുട്ടികൾ എങ്ങനെയാണ് വളർന്നു വരുന്നത്? അതുപോലെ ഭയങ്കരമായ ഗ്രീഡുള്ള ചില പേരൻസ് ഉണ്ട്. അവർക്ക് 99 അല്ല 100 തന്നെ വാങ്ങിച്ചേ പറ്റുള്ളൂ. കുട്ടി അവധിക്കൊക്കെ അങ്ങ് കോച്ചിങ്ങിനും മറ്റും അങ്ങ് കൊണ്ടുപോയി അങ്ങ് തകർക്കുകയാണ്. കുട്ടിയെ കളിക്കാൻ വിടത്തില്ല, കുട്ടിക്ക് ബന്ധുവീടുകളിൽ വിടത്തില്ല, കുട്ടിക്ക് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിനുള്ള യാതൊരു സാധ്യതകളും ഉണ്ടാക്കത്തില്ല. അപ്പോൾ മാതാപിതാക്കളിലെ ചെറിയ ചെറിയ ഇത്തരം വൈകല്യങ്ങൾ പോലും കുട്ടികളിൽ ഉണ്ടാക്കുന്ന നെഗറ്റീവ് ഇമ്പാക്റ്റ് വളരെ കൂടുതലാണ്. അത് മാതാപിതാക്കളുടെ മാനസികാരോഗ്യവും വൈകാരിക ആരോഗ്യവും ഒന്നും കുറയുന്നതോ അല്ലെങ്കിൽ അതിൽ കുഴപ്പങ്ങളുള്ളതോ ഒരിക്കലും അവർക്ക് തിരിച്ചറിയാനും കഴിയുന്നില്ല. പങ്കാളികളും പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നില്ല, അല്ലെങ്കിൽ അതിനൊക്കെ ഒരു ഭയത്തിൻ്റെ അന്തരീക്ഷം. ചില വീടുകളിലൊക്കെ മാതാപിതാക്കൾ ചിലരൊക്കെ ഭയങ്കര ഭീകരത സൃഷ്ടിക്കുന്നവരാണ്. വഴക്കിടുക, വലിച്ചെറിയുക, ആക്രോശിക്കുക, ഇങ്ങനെയൊക്കെയുള്ള മാതാപിതാക്കളുടെ ഉള്ള വീടുകളിൽ കുട്ടികൾ എങ്ങനെയാണ് ആരോഗ്യത്തോടെ വളർന്നു വരുന്നത്? ഒരു പ്രായം കഴിയുമ്പോൾ കുട്ടികളും അതേ രീതി തന്നെ ഏറ്റെടുത്ത് അതേ രീതിയിൽ അവർ തിരിച്ച് അതിനോട് പ്രതികരിക്കാൻ തുടങ്ങും. അപ്പോഴത്തേക്ക് കാര്യങ്ങളെല്ലാം കൈവിട്ടു പോകും.
പിന്നെ ഇത്രയും ആക്രോശിക്കുന്ന വീടുകളിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു വീട് അനലൈസ് ചെയ്യായിരുന്നു. മൂത്ത കുട്ടി അതേ രീതിയിൽ തിരിച്ചടിച്ച് ആ വീട്ടിൽ വലിയ കുഴപ്പക്കാരനായി മാറുന്നു. രണ്ടാമത്തെ ഇതൊരു മകളാണ്. ആ മകള് വലിയ ഇൻസെക്യൂരിറ്റിയിലാണ്. അവളൊരു മാളത്തിലേക്ക് ഒളിക്കുകയാണ്. അവൾക്ക് പുറത്തേക്ക് വരാൻ തന്നെ ഭയമാണ്. അവൾ വളർന്നു വരുന്തോറും അവളിലെ ഭയവും ഇൻസെക്യൂരിറ്റിയും അരക്ഷിതാവസ്ഥയെല്ലാം വളരുകയാണ്. എന്നാലോചിച്ച് നോക്കിക്കുക, രണ്ട് കുഞ്ഞുങ്ങളെ എത്ര ഭംഗിയായിട്ടാണ് നശിപ്പിച്ച് കളഞ്ഞിരിക്കുന്നത്. എന്താ പ്രശ്നം? അവിടെ മാതാപിതാക്കളുടെ പ്രശ്നങ്ങളെ മാതാപിതാക്കൾ മൂടി വെച്ച് അതിനെ ട്രീറ്റ് ചെയ്യാതിരുന്നത് കൊണ്ട് മക്കളിലേക്കത് വരികയാണ്. ഞാൻ കഴിഞ്ഞ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ്, മാതാപിതാക്കളിൽ ട്രീറ്റ് ചെയ്യപ്പെടേണ്ടത് ട്രീറ്റ് ചെയ്യപ്പെട്ടില്ലെങ്കിൽ മക്കളിൽ നമ്മൾ പേഷ്യൻസിനെ സൃഷ്ടിക്കും, ഒരു സംശയമില്ല. മക്കളെ രോഗികളാക്കി കളയും. ഇനി വേറൊരു പ്രശ്നം എന്താണ്? മാതാപിതാക്കൾ ഓക്കെയാണ്, കുട്ടിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ട്. കുട്ടിക്കൊരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ആ കുട്ടിയുടെ പ്രോബ്ലത്തെ വാലിഡേറ്റ് ചെയ്യണം. ആ കുട്ടിയുടെ പ്രോബ്ലം എന്താണെന്ന് നമ്മളൊന്ന് സമ്മതിക്കണം. ആ കുട്ടിയുടെ അവസ്ഥയോട് നമ്മളൊന്ന് പൊരുത്തപ്പെടുകയും ആ കുട്ടിയെ അക്സെപ്റ്റ് ചെയ്യുകയും ആ കുട്ടിക്ക് വേണ്ട തരത്തിലുള്ള ഒരു സഹായം എത്തിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്. പലരുടെയും പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ കുട്ടിയെ മനസ്സിലാക്കുന്നില്ല, കുട്ടിക്കുള്ള പ്രോബ്ലം എന്താണെന്ന് മനസ്സിലാക്കുന്നില്ല. എത്രയോ കുട്ടികളെ അങ്ങനെ നമ്മൾ നശിപ്പിച്ച് കളയുന്നുണ്ട്. ഇപ്പോൾ കണക്കിന് മാത്രം മാർക്ക് കുറയുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു പേരൻറ്റ് ആ കുട്ടിയെ എടുത്തിട്ട് അടിക്കുകയാണ്. അടിച്ചാൽ ഒരു കുട്ടിയുടെ മാർക്ക് കൂടുമോ? നേരെ മറിച്ച് ആ കുട്ടിയുടെ മാനസികാരോഗ്യം തകരുന്നു, ആത്മവിശ്വാസം തരുന്നു, ആത്മാഭിമാനം തകരുന്നു, ആ കുട്ടി ഒന്നിനും കൊള്ളാത്തതായി മാറുന്നു. ഇതാണ് അവസ്ഥ. അതുപോലെ തന്നെ ഭയങ്കരമായ കുരുത്തക്കേടുള്ള കുട്ടികളാണ്. അവരുടെ എനർജി കൂടുതലാണ്. അവരെ പുറത്തിറങ്ങി ഓടിച്ചാടി കളിപ്പിക്കുകയും അത്തരത്തിലുള്ള സാഹചര്യങ്ങളിലൊക്കെ അവരെ കൊണ്ടുപോയി അവർക്ക് അത് വെന്റിലേറ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കൊടുക്കണം. അതൊന്നും കൊടുക്കാതെ അത്തരം കുട്ടികളെ അടക്കിയിരുത്താനായിട്ടൊക്കെ ശ്രമിച്ചാൽ അത്തരം കുട്ടികൾ രോഗികളായി പോകും. അതുപോലെ ആത്മവിശ്വാസം ഇല്ലാത്ത കുട്ടികൾ, ഭയമുള്ള കുട്ടികൾ, പലതരത്തിലുള്ള അരക്ഷിതാവസ്ഥകളുള്ള കുട്ടികളൊക്കെ ഉണ്ട്. അവർക്ക് ഡെവലപ്മെൻ്റൽ നീഡ്സ് മനസ്സിലാക്കി അവരെ കൂടുതൽ ഡെവലപ്പ് ചെയ്തെടുക്കണം. അവർക്ക് ഒരു കൂടുതൽ സുരക്ഷിതത്വ ബോധം കൊടുക്കണം. അവരെ റെക്കഗ്നൈസ് ചെയ്യണം, അവരെ അക്സെപ്റ്റ് ചെയ്യണം, അവർക്ക് വേണ്ടിടത്ത് സപ്പോർട്ട് കൊടുക്കണം. ഇങ്ങനെയാണ് കുട്ടികളെ നമ്മൾ മാറ്റിയെടുക്കുന്നത്. അതിൽ ചിലപ്പോൾ ഒരു കൗൺസിലറിൻ്റെ അടുത്ത് പോകേണ്ടി വരും. കഴിഞ്ഞ ദിവസം എന്നെ കാണാൻ വന്ന ഒരാൾ ആ പേരൻ്റ് അവരുടെ ഐഡൻറ്റിറ്റി പോലും പുറത്തു പറയുന്നില്ല. ആലോചിച്ച് നോക്കി. കാരണം ഐഡൻറ്റിറ്റി പുറത്തു പറഞ്ഞാൽ എനിക്ക് അവരെ മനസ്സിലാവുക എന്നുള്ളത് കൊണ്ട് ഐഡൻറ്റിറ്റി പോലും പുറത്തു പറയാതെയാണ് കുട്ടിയെപ്പറ്റി സംസാരിക്കുന്നത്. നമ്മുടെ അടുത്ത് വന്ന ഒരു പേരൻറ്റിൻ്റെ കാര്യങ്ങളെല്ലാം തുറന്ന് സംസാരിക്കുമ്പോഴാണ് ആ പ്ലോട്ട് നമുക്ക് മനസ്സിലാകുന്നത്. അവിടെയാണ് നമുക്ക് ആ കുട്ടിയെ ഫലപ്രദമായി രൂപാന്തരപ്പെടുത്താൻ സഹായിക്കാൻ പറ്റുന്നത്. അവിടെയാണ് കുഴപ്പം. ഇതുപോലെ തന്നെ വീട്ടിൽ ആവശ്യത്തിന് സ്നേഹമില്ല, പരിഗണനകളില്ല, വീട്ടിൽ ആ കുട്ടിയെ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അത്തരം കുട്ടികൾ പുറത്ത് സ്നേഹവും സന്തോഷവും ഒക്കെ അന്വേഷിക്കാൻ പോകും. പല കുട്ടികൾക്കും സന്തോഷമില്ല. ഞാൻ പല സ്ഥലങ്ങളിലും ചെല്ലുമ്പോൾ കുട്ടികളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ആർ യു ഹാപ്പി? പല കുട്ടികളും മറുപടി പറയുന്നത്, സാറേ അങ്ങനെ ഒരു സംഭവമേ ഇല്ല ലൈഫിൽ. പല കുട്ടികളും ഹാപ്പിയല്ല. ഈ ഹാപ്പി അല്ലാത്ത കുട്ടികളാണ് പുറത്ത് മോശപ്പെട്ട വഴികളൊക്കെ അന്വേഷിച്ച് പോകുന്നത്. കാരണം കൃത്രിമമായി അവർ ആ സന്തോഷം കണ്ടുപിടിക്കാനായിട്ട് പോവുകയാണ്. ബുദ്ധിപരമായിട്ടൊക്കെ കുറഞ്ഞു നിൽക്കുന്ന കുട്ടികളുണ്ട്. ഈ കുട്ടികൾക്ക് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് കൊടുക്കണം. കാരണം ഇല്ലെങ്കിൽ പുറത്തുള്ള ആൾക്കാർ അവരെ പലതരത്തിൽ ചൂഷണം ചെയ്യാൻ സാധ്യതയുണ്ട്. വൈകാരികമായും മാനസികമായും കുറവുള്ള കുഞ്ഞുങ്ങളുണ്ട്. ഹെറിഡിറ്ററി ആയിട്ട് തന്നെ ചില വീടുകളിലൊക്കെ മാനസിക പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അടുത്ത തലമുറയിൽ അത് വരാനുള്ള സാധ്യതകളൊക്കെ കൂടുതലാണെന്നിരിക്കെ നമ്മൾ ആ കുട്ടികളെ ചെറിയ പ്രായത്തിൽ തന്നെ മാനസിക ആരോഗ്യം മെച്ചപ്പെടുത്താനായിട്ട് സഹായിക്കേണ്ടതായിട്ടുണ്ട്. മദ്യപാനം അതിഭീകരമാണ്. ഇന്ന് പല വീടുകളിലും ഏറ്റവും വലിയ നാശം മദ്യപാനമാണ്. മദ്യപാനം ഉള്ള പുരുഷന്മാർ പ്രത്യേകിച്ച് അവർ വീടുകളിൽ വൈകിട്ട് വന്ന് തൊട്ടതിനും പിടിച്ചതിനും എല്ലാം ദേഷ്യം കാണിക്കുക, വലിയ ഈഗോ കാണിക്കുക, വലിച്ചെറിയുക, പൊട്ടിക്കുക, ഇതൊക്കെ ചെയ്യുമ്പോൾ അവിടെ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളിൽ വലിയ അരക്ഷിതാവസ്ഥയാണ് സൃഷ്ടിക്കുന്നത്. കുഞ്ഞുങ്ങളെ രോഗികളാക്കുന്ന ധാരാളം മാതാപിതാക്കൾ എന്ന സമൂഹത്തിലുണ്ട്. ഒരു കാരണവും ഇല്ലാതെ തന്നെ കുഞ്ഞുങ്ങൾക്ക് തെറ്റിപ്പോകാനും വീണു പോകാനും സാഹചര്യമുള്ളൊരു കാലഘട്ടത്തിൽ നമ്മളതിനൊരു കാരണവും കൂടെ ഉണ്ടാക്കുകയാണെങ്കിൽ എത്ര ഭീകരമായിരിക്കും നമ്മൾ സൃഷ്ടിക്കുന്ന ഈ ലോകം. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, അറിയാത്ത കാര്യങ്ങൾ അറിവുള്ളവരോടൊന്ന് ചർച്ച ചെയ്യുകയും പഠിക്കേണ്ട കാര്യങ്ങളൊന്ന് പഠിക്കുകയും ഒരു മാറ്റത്തിനൊക്കെ ഒന്ന് ശ്രമിക്കുകയും ചെയ്താൽ നമ്മൾ ഈ ലോകത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന കുഞ്ഞുങ്ങൾ നാളെ ലോകത്തിൻ്റെ ഭാരമായി മാറില്ല, ഭൂമിക്ക് ഭാരമായി മാറില്ല. ഇത്ര മാത്രമേ പറയാനുള്ളൂ. കൂടുതലൊന്നും ചെയ്തില്ലെങ്കിലും അവരെ ദ്രോഹിക്കാതിരിക്കുക, അവരെ കൂടുതൽ കഷ്ടത്തിലാക്കാതിരിക്കുക. അവർക്ക് എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ അതിനോടൊന്ന് ചേർന്ന് നിൽക്കുക. പഠിക്കാൻ കുറവുള്ളതൊന്നും വലിയ തെറ്റൊന്നുമല്ല. പഠിക്കാൻ കുറവുള്ളൊരു കുട്ടിയെ എന്നും ആക്ഷേപിക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് കുട്ടികളുടെ കുറവുകൾ നിരന്തരമായി അവരോട് പറയുക, അവരുടെ കുറ്റങ്ങൾ മാത്രം എപ്പോഴും പറയുക, 24 മണിക്കൂറും പിടിച്ചങ്ങ് ഉപദേശിക്കുക,
ആവശ്യമില്ലാത്ത ഈ ഭക്തിയും ഒക്കെ അമിതമായി കാണിക്കുക, ദൈവ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുക. ദൈവമൊന്നും ആക്ഷേപിക്കാൻ വന്നതൊന്നുമല്ല, ദൈവം സ്നേഹമാണ്, ദൈവം ഉഡായിപ്പൊന്നുമല്ല. പല കുട്ടികൾക്ക് ഇന്ന് ആത്മീയമായ കാര്യങ്ങളിലൊന്നും താല്പര്യമില്ല. കാരണം ഇതുണ്ടെന്നും പറഞ്ഞ് നടക്കുന്ന മാതാപിതാക്കൾ കാണിക്കുന്ന പൈശാചിക അവസ്ഥ കണ്ടിട്ടാണ് അവർക്ക് വിശ്വാസമില്ലാതെ പോകുന്നത്. നമ്മൾ ദൈവത്തെ പ്രതിഫലിച്ചാൽ കുഞ്ഞുങ്ങളും ചോദിക്കും, അമ്മ അമ്മയുടെ ദൈവം ആരാണ്, അച്ഛൻ്റെ ദൈവം ആരാണ്, ഞങ്ങൾക്ക് ആ ദൈവത്തെ സ്നേഹിക്കാൻ ഇഷ്ടമുണ്ട് എന്ന് പറയും. ഇതങ്ങനെയല്ല. നമ്മളെയൊക്കെ കണ്ടാൽ എന്ത് ദൈവത്തെയാണ്, ചുമ്മാ ദൈവം എന്നൊക്കെ പറയുന്നത് ചുമ്മാ കുറേ ഉഡായിപ്പ് കാണിക്കലല്ല. കുട്ടികളെ സ്നേഹിക്കാനും കരുതാനും രൂപാന്തരപ്പെടുത്താനും പിന്നെ ശിക്ഷ കൊടുക്കേണ്ടത് ശിക്ഷ കൊടുക്കുക, തിരുത്തേണ്ടടുത്ത് തിരുത്തണം, ഇതൊക്കെ ചെയ്യണം, വേണ്ടാന്നല്ല. പക്ഷേ എന്തിനെയാണ് ശിക്ഷിക്കേണ്ടത്? പലപ്പോഴും കുട്ടികൾക്ക് തന്നെ അറിയില്ല അവരെന്തിനാണ് ഈ ശിക്ഷ അനുഭവിക്കുന്നത്, എന്തിനാണ് അവർ ചീത്ത കേട്ടത്. കാരണം മാനസികമായ നല്ല ആരോഗ്യമില്ലാത്ത ആൾക്കാർ ചുമ്മാതെ കിടന്ന് പൊട്ടിത്തെറിക്കുകയും ബഹളം വയ്ക്കുകയും അടിക്കുകയും ചെയ്താൽ അതൊന്നും കുട്ടികളെ റീഫോം ചെയ്യുകയല്ല ചെയ്യുന്നത്, കുട്ടികളെ കൂടുതൽ തളർത്തുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. കുട്ടികളെ രോഗികളാക്കുന്ന ധാരാളം മാതാപിതാക്കൾ സമൂഹത്തിലുണ്ട്. ഇതിൽ നമുക്കൊരു മാറ്റം വരട്ടെ. നമ്മൾ ഈ കമ്മ്യൂണിറ്റിയിലൂടെ ഒരു പാരൻറ്റിങ് കമ്മ്യൂണിറ്റി മെച്ചപ്പെടുത്തിയെടുക്കാനാണ് ശ്രമിക്കുന്നത്. ഞാൻ ഈ കരിയർ ഗൈഡൻസ് ഒക്കെ ചെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ അതിന് പറ്റുന്ന രീതിയിലേക്ക് ആ കുട്ടികളെ കൊണ്ടുവന്നാലേ നമുക്ക് കരിയറൊക്കെ ഗൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അവരുടെ ബാല്യവും കൗമാരവും ഒക്കെ വളരെ സ്ട്രോങ് ആണെങ്കിൽ, അത് കുറച്ചുകൂടി എൻറിച്ചിങ് ആണെങ്കിലേ പിന്നീട് ഒരു കരിയറിലേക്കൊക്കെ അവരെ കൊണ്ടുപോകാനായിട്ട് സാധിക്കുള്ളൂ. പല കുട്ടികളും മാർക്കുള്ള പല കുട്ടികൾക്കും പേഴ്സണാലിറ്റി ഉള്ള കുട്ടികൾക്ക് മാർക്കില്ല. ഇതെല്ലാം ആ കൂടെ കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുകയാണ്. സമഗ്രമായി കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ട് വരണമെങ്കിൽ മാതാപിതാക്കൾക്ക് അതിനകത്ത് വലിയൊരു പങ്കുണ്ട്, വിദ്യാഭ്യാസത്തിന് വലിയൊരു പങ്കുണ്ട്. വിദ്യാഭ്യാസത്തിൻ്റെ കാര്യങ്ങൾ നമുക്ക് വേറെ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യാം. എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊക്കെ ശ്രമിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കരിയർ ഗൈഡൻസ് സെമിനാറും അതുപോലെ തന്നെ ഒരു പാരൻറ്റിങ് സെമിനാറും അടുത്ത ശനിയാഴ്ച 12-ാം തീയതി ശനിയാഴ്ച ഈവനിങ്ങിലുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സ്പെഷ്യൽ വീഡിയോയും ഈ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ അതിൽ രജിസ്റ്റർ ചെയ്ത് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, അതിനെ പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്യുക. എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്.